الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചു തഖ്വയുള്ളവരായി ജീവിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗപ്രവേശനത്തിന് അനുമതി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധാരണ എല്ലാവരും യാത്ര ചെയ്യാറുള്ള സ്ഥലമല്ലാത്ത മറ്റൊരു സ്ഥലം, ജോലിക്ക് പോകുന്ന നാടല്ലാത്ത മറ്റൊരു നാട്, അവിടെ നമുക്കൊരു ജോലി ലഭിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മകന് ഒരു ജോലി ലഭിക്കുകയാണ്. ആ നാട്ടിൽ നമുക്കധികം പരിചയമുള്ള ആളുകളില്ല. നമ്മുടെ നാട്ടുകാരനായ ഒരാൾ അവിടെ ഉണ്ട്. അയാളെ മാത്രമേ നമുക്കവിടെ പരിചയമുള്ളൂ. അയാളാണെങ്കിൽ വർഷങ്ങളായി അവിടെ പരിചയമുള്ള ആളാണ്. അയാൾ നമ്മുടെ മകൻ പോകുന്നതിൻ്റെ മുമ്പ് നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ അയാളെ പരിഗണിക്കുക. വീട്ടിൽ ചെല്ലും, നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കും, അദ്ദേഹത്തെ വേണ്ട രൂപത്തിൽ ബഹുമാനിക്കും, മകൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടും. ഇതൊക്കെ നമുക്ക് ചെല്ലാനുള്ള, നമ്മുടെ മകന് ചെല്ലാനുള്ള ഒരു സ്ഥലം, അവിടെ സേഫാകണം, അവിടെ അവൻ മറ്റൊരു അപകടത്തിൽ ചെന്ന് ചാടരുത് എന്ന നമ്മുടെ മനസ്സിൻ്റെ ആധി കൊണ്ട്, വേവലാതി കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും പോകുമെന്നുറപ്പുള്ള, പരിചയമില്ലാത്ത, ആരും കൂട്ടിനില്ലാത്ത ഒരു സ്ഥലമുണ്ട്. അത് ഖബറാണ്. ഖബറിൽ എല്ലാവരും ഖബറിൽ കിടക്കും. രക്ഷപ്പെടൂല ആരും ആ ഖബറിൽ കിടക്കുന്നതിൽ നിന്ന്. ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിച്ച് കത്തിച്ചാമ്പലായി ഒരു വിമാനം, അല്ലെങ്കിൽ ബഹിരാകാശ പേടകം ഒന്നും ലഭിക്കാത്ത രൂപത്തിൽ കത്തിക്കരിഞ്ഞു, ഒന്നുമില്ലാത്ത അവസ്ഥയായി. അവർക്കും ബർസഖിലെ ജീവിതമുണ്ട്. നമ്മൾ ഇടുങ്ങിയ ഒരു കുഴി കുഴിച്ച് അതിൽ കിടത്തി മുകളിൽ സ്ലാബ് വെച്ച് മണ്ണിട്ട് മൂടുന്ന ആ ഒരു ഖബർ അവർക്കുണ്ടാവില്ല. പക്ഷെ ബർസഖിലെ ജീവിതം അവിടെ ഉണ്ട്. ബർസഖിലെ ജീവിതത്തിൽ ആരാണ് സഹായത്തിനുണ്ടാവുക? ആരുണ്ടാവില്ല. ഉണ്ടാകുന്നതൊന്നു മാത്രം, അത് അമലുകൾ. സൽക്കർമ്മങ്ങളാണെങ്കിൽ സൽക്കർമ്മങ്ങൾ കൂട്ടിന്, ദുഷ്കർമ്മങ്ങളാണെങ്കിൽ ദുഷ്കർമ്മങ്ങൾ കൂട്ടിന്. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സൽക്കർമ്മങ്ങളെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം, എത്ര പ്രാധാന്യത്തോടുകൂടി നമ്മൾ ആ കർമ്മങ്ങളെ നോക്കിക്കാണണം എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മം ചെയ്ത് ആ കർമ്മത്തിൽ നിന്ന് ഒഴിവായാൽ, കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം റെസ്റ്റ്, അങ്ങനെയല്ല എന്നാണ്. അങ്ങനെയല്ല, റെസ്റ്റില്ല. ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിലേക്ക്, അല്ലേ? അല്ലാതെ ജോലി കഴിഞ്ഞു ഇനി റെസ്റ്റില്ല. റെസ്റ്റ് എപ്പോഴാ? വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീൻ എത്തുന്നത് വരെ നീ നിന്റെ റബ്ബിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. എന്താ യഖീൻ? അത് മരണമാണ്. മരണം വരെ ഇബാദത്ത്, മരണം വരെ സൽക്കർമ്മങ്ങൾ, മരണം വരെ പരിശ്രമങ്ങൾ. ആ പരിശ്രമങ്ങൾ എന്തുകൊണ്ട് നമ്മൾ മരണം വരെ തുടരുന്നു? മരണശേഷം പിന്നെ ഖബറിൽ വെച്ച് അമലുകൾ ചെയ്യാന്നുള്ളൊരു ഏർപ്പാടില്ല. അവിടെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇല്ല, നിസ്കാരം, നോമ്പ്, സക്കാത്തില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഈ ദുനിയാവിൽ, ഭൂമി ലോകത്ത് എന്തു ചെയ്തോ ആ ചെയ്തത് നമ്മളോടൊപ്പം കൂട്ടിനുണ്ടാവും. അത് നല്ലതാണെങ്കിൽ നല്ല ഒരു സുമുഖനായ, നല്ല മനോഹരമായ മുഖമുള്ള, നമ്മളോട് മാന്യമായി സംസാരിക്കുന്ന,
നല്ല ഒരു രൂപം നമ്മളോടൊപ്പം കൂട്ടിനുണ്ടാവും. അല്ലെങ്കിൽ ഒരു ഖബീസായ മ്ലേച്ഛമായ നമ്മളെ പേടിപ്പെടുത്തുന്ന സന്തോഷം നൽകാത്ത ഒരു രൂപമായിരിക്കും നമ്മളോടൊപ്പം കൂട്ടിനുണ്ടാവുക. സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക സമയങ്ങൾ, ചില പ്രത്യേക സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് നിശ്ചയിച്ചു തന്നു. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജിനു വേണ്ടിയുള്ള യാത്രയിലാണ്. പലരും അവിടെ എത്തി, ബാക്കിയുള്ളവർ പോകുകയാണ്. ഇനി ദുൽഹിജ്ജ മാസത്തിലെ 8-ാം തീയതിയാകുമ്പോഴേക്ക് അവർ ഹജ്ജിൻ്റെതായ കർമ്മങ്ങളിലേക്ക് പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പള്ളികളിലേക്കാണ് നമുക്ക് തീർത്ഥയാത്ര അനുവദിച്ചിട്ടുള്ളത്. അവിടേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പുണ്യം പ്രതീക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, അത് എവിടുക്ക? ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ, 3 സ്ഥലത്തേക്ക് മാത്രം. സിയാറത്ത് ടൂർ എന്ന പേരിൽ പല ടൂർ കമ്പനികളും പല ട്രാവൽസുകാരും സംഘടിപ്പിക്കും യാത്രകൾ. പുണ്യകരമായ തീർത്ഥയാത്ര എന്നെഴുതും. പുണ്യകരല്ലാതെ. പുണ്യകരാണെന്ന് ആര് പറഞ്ഞിട്ടില്ല? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇവർ തീർത്ഥയാത്ര നടത്തുന്നത്, അവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് നമ്മുടെ എന്തെങ്കിലും ഒരു യാത്രാ പരിപാടികൾക്ക് നഷ്ടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല. എനിക്കൊരു ടൂർ കമ്പനി ഉണ്ട്, ആ ടൂർ കമ്പനിക്ക് നഷ്ടം ഉണ്ടാവുന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറയണത്. അള്ളാന്റെ റസൂല് അത് പുണ്യകരാന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളിക്ക് മാത്രമേ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു യാത്ര നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹ. റസൂലുള്ളാഹി പറഞ്ഞതാ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണെന്ന്. പള്ളികൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത സ്ഥലം ഏതാ? അത് അബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹ. അങ്ങാടികളാണ് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ലാത്ത സ്ഥലം. അത് ആര് പറഞ്ഞു കൊടുത്തതാ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ഒരാൾ ചോദിച്ചപ്പോ നബി ഒന്നും പറഞ്ഞില്ല. കാരണം നബിക്ക് അത് അറിയില്ലായിരുന്നു. പള്ളിയാന്ന് നബിക്ക് വെറുതെ ഒന്ന് തട്ടിവിടായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞില്ല. ഹത്താ അസ്അല ജിബ്രീൽ, ഞാനൊന്ന് ജിബ്രീലിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ജിബ്രീൽ വന്നു, ജിബ്രീലിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നാ പിന്നെ തന്റെ ഇഷ്ടപ്രകാരം ഒരു ഐഡിയക്ക് ഒരു ഉത്തരം പറഞ്ഞില്ല. ഞാൻ അള്ളാഹിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹുവിനോട് ജിബ്രീൽ ചോദിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്ത മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഭൂമിയിലെ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട സ്ഥലം പള്ളികളാണ്. ആ പള്ളികളിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള പള്ളികളാണ് മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അഖ്സയും. അത് പുണ്യം പ്രതീക്ഷിച്ച് നമ്മൾ യാത്ര പോകേണ്ട സ്ഥലങ്ങളാണ്. വിശുദ്ധമായ ചില മാസങ്ങളുണ്ട്. റമദാൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. അത് പുണ്യകരമായ മാസം. റമദാനിലെ തന്നെ ഏറ്റവും പുണ്യമുള്ള ദിനമേതാ? അത് ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. അത് ആ ദിവസത്തിന്റെ പുണ്യം. വെള്ളിയാഴ്ച ദിവസം അത് ആഘോഷ ദിവസമാണ്. അത് പിന്നെ ആരാധനയുടെ ദിവസമാണ്. ഏറ്റവും പുണ്യമുള്ള ഒരു ദിവസമാണ്. ആഴ്ചകളിൽ വെള്ളിയാഴ്ച ദിവസത്തിന് ശ്രേഷ്ഠത ഉണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ശ്രേഷ്ഠതകളാണ്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ പടച്ച നാൾ മുതൽ 12 മാസങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾ പുണ്യമുള്ള മാസങ്ങളാണ്. ഈ 4 മാസങ്ങൾ പുണ്യമുള്ള പവിത്രമായ മാസങ്ങളാണ്. ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. അന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളാണ്. ഈ 4 മാസങ്ങൾ ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം, അതുപോലെ തന്നെ റജബ് മാസം. ഈ 4 മാസങ്ങൾ പവിത്രമായ മാസമാണ്. ഈ പവിത്രമായ ഈ 4 മാസങ്ങളിൽ തന്നെ ശ്രേഷ്ഠകരമായ 10 ദിനങ്ങളുണ്ട്. ആ ദിനങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതിനെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. നമ്മളെല്ലാവരും ഒരു പക്ഷേ മനപ്പാടമുള്ളൊരു സൂറത്ത്, സൂറത്തുൽ ഫജ്ർ, അല്ലേ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. ഈ ദിനത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഫസ്സിറുകൾ പറയാണ്, അല്ലാഹു ഈ 10 ദിനങ്ങളെ പറ്റിയാണ് അവിടെ സത്യം ചെയ്തു പറഞ്ഞത്. 10 ദിനങ്ങളെ കൊണ്ട് സത്യം എന്ന് പറഞ്ഞില്ലേ, അത് ഈ 10 ദിനങ്ങളെ പറ്റിയാണ്. വലയാലിൻ അശ്ർ, 10 ദിനങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യാം. അത് ഈ മാസത്തിലെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠത. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രവേശിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വേണ്ടത് എന്താണെന്നറിയോ? ഇത് അള്ളാഹു പവിത്രമാക്കിയ, ഏറെ പുണ്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള
അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി ആയുസ് നീട്ടിത്തന്ന ദിവസങ്ങളാണ് വരുന്നത്. റമളാൻ വരുമ്പോൾ ഒരുക്കുമല്ലോ നമ്മൾ നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി, വേറെ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അതേപോലെ നമ്മൾ ഒരുങ്ങേണ്ട ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം. അതേപോലെ എന്നുള്ളതിനേക്കാൾ ഞാൻ ഒന്ന് കടന്നു പറയുകയാണെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യപൂർവം എന്ന് പറയും. എന്താ കാര്യം എന്നറിയോ? ബാക്കിയുള്ള ആളുകളൊക്കെ റമദാനിൽ ശ്രദ്ധ കാണിക്കും, പക്ഷെ ദുൽഹിജ്ജ മാസത്തിന്റെ കാര്യത്തിൽ അധികം ആളുകളും ശ്രദ്ധ കാണിക്കൂല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയണത് ആളുകൾ തീരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജയിലെ ദിവസങ്ങൾ എന്നാണ്. ഒരു വേള റമദാനിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി, റമദാനിനേക്കാൾ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. റമദാനിലെ അവസാനത്തെ 10 പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ റമദാനിലെ അവസാനത്തെ 10 പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അരക്കെട്ട് മുറുക്കി ഉടുത്ത് തന്റെ വീട്ടിൽ പോലും പോകാതെ, ഭാര്യമാരുമായി ബന്ധമില്ലാതെ പള്ളിയിൽ തന്നെ ഇഅ്തികാഫിരുന്ന് സമയം ചെലവഴിച്ച ദിവസങ്ങളാണ് അവസാനത്തെ 10 ദിവസങ്ങൾ. ഈ അവസാനത്തെ 10 ദിവസങ്ങളാണോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണോ ശ്രേഷ്ഠത കൂടുതൽ എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇതിന്റെ മഹത്വം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അങ്ങനെ ചർച്ച ചെയ്തു. റമദാനിലെ 10 ദിവസമാണോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണോ പുണ്യം കൂടുതൽ? അങ്ങനെ ചർച്ച ചെയ്തിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? റമദാനിലെ അവസാനത്തെ 10 രാത്രികൾക്കാണ് കൂടുതൽ മഹത്വമുള്ളത്. പകൽ വെച്ച് നോക്കുകയാണെങ്കിൽ റമദാനിലെ പകലിനേക്കാൾ പവിത്രത, പകലിനേക്കാൾ പുണ്യം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾക്കുണ്ട് എന്നതാണ്. ഇതവർ പറയാനുള്ള, പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ആ കാരണം ഈ 10 ദിവസങ്ങളിലെ പകലുകളിൽ ധാരാളം കർമ്മങ്ങൾ ഒരുമിച്ച് ചേരുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസവും. ഈ ഒരുപാട് കർമ്മങ്ങൾ ഒരുമിച്ച് ചേരുന്ന വേറെ ദിവസങ്ങളിലാണ്. റമദാന്റെ പകലിൽ നമുക്ക് നോമ്പുണ്ട്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 9 ദിവസങ്ങളിലും നമുക്ക് നോമ്പുണ്ട്. നിർബന്ധ നോമ്പല്ല, അത് സുന്നത്തായ നോമ്പാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ദുൽഹിജ്ജ മാസത്തിലെ 9 ദിവസം നോമ്പെടുക്കാറുണ്ടായിരുന്നു. ദിൽഹിജ്ജ എന്ന ദുൽഹിജ്ജയിലെ 9 ദിവസം, അത് താസിഅ ദിൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസം എന്ന് വായിച്ച പണ്ഡിതന്മാർ, എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ദുൽഹിജ്ജ 9ലെ നോമ്പിനാണ് പുണ്യമുള്ളത് എന്ന് പറഞ്ഞു. അത് സംശയമൊന്നുമില്ല. ദുൽഹിജ്ജ 9ന് അറഫാ നോമ്പുണ്ട്. അറഫാ ദിനത്തിലെ നോമ്പ്, ആ അറഫാ ദിനത്തിലെ നോമ്പ് പുണ്യകരമാണ്, അത് സംശയമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിസ്അ ദിൽഹിജ്ജ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 9 ദിവസവും എന്ന് തന്നെയാണ് അർത്ഥം എന്ന വിശദീകരണവും ഉണ്ട്. അപ്പോ ആദ്യത്തെ 9 ദിവസവും നമുക്ക് നോമ്പെടുക്കൽ പുണ്യമാക്കിയ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നോമ്പ് എന്ന ഇബാദത്ത് ആ ദിവസത്തിലുണ്ട്. നിസ്കാരം അതെല്ലാ ദിവസങ്ങളിലും ഉള്ളതുപോലെ ഈ ദുൽഹിജ്ജ മാസത്തിലുണ്ട്. നോക്കൂ, ഹജ്ജിൻ്റെതായ കർമ്മങ്ങൾ അതിപ്പോ മാത്രമേ ഉള്ളൂ, വേറെ സമയത്തൊന്നും അതില്ല, അല്ലേ? അവിടെ ത്വവാഫുകൾ നടക്കുന്നു, സഅയ് നടക്കുന്നു, ആളുകൾ മുസ്ദലിഫയിൽ സംഗമിക്കുന്നു, ജംറകളിൽ പിന്നെ അവർ കല്ലെറിയുന്നു. അതും ദുൽഹിജ്ജ 10ന് ആരംഭിക്കുകയാണ്. നെഹർ, അറവ് നടത്തുന്നു. നമ്മൾ ഇവിടെ ദുൽഹിജ്ജ 10ന് ബലിയർക്കാണ്, ഉദ്ഹിയ്യത്തർക്കാണ്. അത് പുണ്യകരമായ കാര്യമാണ്. അവിടെ ദിക്റുകൾ, ദുആകൾ നടക്കുന്നു, ആളുകൾ പിന്നെ മുസല്ലയിൽ സംഗമിക്കുന്നു, അവിടെ നിസ്കാരം നടക്കുന്നു, ഖുതുബ നടക്കുന്നു. ഈ 10 ദിവസങ്ങൾക്കിടയിൽ വെള്ളിയാഴ്ച കടന്നു പോകുന്നു. ഒരുപാട് കർമ്മങ്ങൾ ഒരുമിച്ച് ചേരുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെ റമദാനിന്റെ പകലിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നതാണ്. എന്താണ് നമ്മൾ ഇതിന്റെ ഗൗരവവും പ്രാധാന്യവും വിശദീകരിക്കാൻ കാരണം? അറിവുള്ള ആളുകളോട്, ഉപദേശം നൽകുന്ന ആളുകളോട്, ഖതീബുമാരോട്, പണ്ഡിതന്മാരോട്, വലിയ പണ്ഡിതന്മാരുടെ ഉപദേശം തന്നെ ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നാണ്. ജനങ്ങൾക്ക് അധികം ആൾക്കാർക്ക് ഇത് അശ്രദ്ധയാണെന്ന്, അറിവില്ലായ്മയാണെന്ന്. അതുകൊണ്ട് ഇത് ബോധവൽക്കരിക്കുകയും കൂടുതൽ നന്മയിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി എന്ന വലൽ ജിഹാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദിവസങ്ങളിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കർമ്മമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഏത് ദിവസങ്ങളെ പറ്റിയാണ്? ഈ 10 ദിവസങ്ങളെ പറ്റിയിട്ടോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കണം, അല്ല ജിഹാദും ഇല്ലേ? ഈ 10 ദിവസങ്ങളിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ വലുതല്ലേ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി പറയാം, വലൽ ജിഹാദ്, ജിഹാദും അതിനേക്കാൾ മുകളിലല്ല. എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ?
അള്ളാന്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും സമ്പത്തും സമർപ്പിച്ച് ശത്രുവിനോട് യുദ്ധരംഗത്ത് ഏറ്റുമുട്ടലാണ് ജിഹാദ്. ചെറിയ കാര്യമല്ല, വലിയ മഹത്വമുള്ള കാര്യമാണ്, സ്വർഗ്ഗുറപ്പുള്ള കാര്യമാണ്. ആ കർമ്മമായിട്ടും അതും ഇതിനോടൊത്തൂല എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നുള്ള ഒരു ഒഴിവുള്ള, അതിൽ നിന്ന് ആരൊഴിവാകും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ റജുലുൻ ഖറജ, ഒരാള് പുറപ്പെടുകയാണ്, ജിഹാദിന് പുറപ്പെടുകയാണ്. അവന്റെ ശരീരം, സ്വന്തം ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി അവൻ പുറപ്പെടുകയാണ്. പുറപ്പെട്ട അവൻ ജീവനോടുകൂടി തിരിച്ചു വരുന്നില്ല, അവിടെ വെച്ച് അവൻ ഷഹീദായി. എന്നാൽ അത് ഇതിനേക്കാൾ മുകളിലാണ്. അപ്പൊ ജിഹാദ് നടത്തി ഷഹാദത്ത് ലഭിച്ചു, അത് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ മേലെയാണ്. എന്നാൽ ജിഹാദിന് പോയി ജീവൻ നഷ്ടപ്പെട്ടില്ല, ശരീരത്തിൽ മുറിവുകളും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അത് ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് താഴെയാണ്. നോക്കൂ, ഈ ബദർ യുദ്ധത്തെ പറ്റിയും ഉഹദ് യുദ്ധത്തെ പറ്റിയും ഒക്കെ പറഞ്ഞേക്കുമ്പോ ഞാനൊക്കെ ഉണ്ടെങ്കിൽ ഞാനും അതിൽ പങ്കെടുക്കുമായിരുന്നല്ലോ, എനിക്കും അതിൽ പങ്കെടുക്കായിരുന്നല്ലോ എന്നൊക്കെ ഒരു തോന്നൽ അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹംസ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചതിനെ പറ്റി കേട്ടപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത് ഒപ്പം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ നിന്നതിനെ പറ്റി കേൾക്കുമ്പോൾ, ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വന്ന അമ്പുകൾ ശരീരത്തിൽ കൊണ്ടു എന്ന് കേൾക്കുമ്പോൾ ഒരാവേശം, എനിക്കും അങ്ങനെ ചെയ്യായിരുന്നു ഒക്കെ തോന്നൽ ഉണ്ടായിട്ടില്ലേ? അതെന്താ? പുണ്യം പ്രതീക്ഷിച്ച് തന്നെയല്ലേ? അത് കൂലി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ? എന്നാ ആ കൂലി കിട്ടണ അല്ലെ, അതിനേക്കാൾ കൂലി കിട്ടണ കാര്യമാണ് ഈ 10 ദിവസങ്ങളിലെ അധ്വാനം എന്നാ പറഞ്ഞത്. ഈ 10 ദിവസങ്ങളിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട 10 ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ജിഹാദിനേക്കാൾ ഒരു പടി മുന്നിൽ ഇഷ്ടമുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കി നമ്മൾ കർമ്മങ്ങളിൽ അല്പം കൂടി ജാഗ്രത കാണിക്കണം എന്നാണ്. ഉമ്മഹാത്തുൽ ഇബാദത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മഹാത്തുൽ ഇബാദത്ത്, ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനകൾ അതൊരുമിച്ച് ചേരുന്ന ദിവസങ്ങളാണിത്. നിസ്കാരം, നോമ്പ്, സദഖകൾ, ഹജ്ജ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ദിവസമായതുകൊണ്ട് ആ ദിവസത്തിന് പ്രത്യേകമായി ശ്രേഷ്ഠതയുണ്ട് എന്നത് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇനി ദുൽഹിജ്ജ മാസത്തിലെ വെള്ളിയാഴ്ച, അത് മറ്റു മാസങ്ങളിലെ വെള്ളിയാഴ്ചകളേക്കാൾ പ്രാധാന്യമുണ്ട്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച, ഒരു വെള്ളിയാഴ്ച എന്തായാലും ഉണ്ടാവുമല്ലോ, അത് മറ്റു വെള്ളിയാഴ്ചകളേക്കാൾ പ്രാധാന്യം ഉണ്ടാവും. അതെന്താ കാരണം? വെള്ളിയാഴ്ചക്ക് ഒരു ശ്രേഷ്ഠത ഉണ്ട്, ദുൽഹിജ്ജ 10നും ഒരു ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കും ശ്രേഷ്ഠത ഉണ്ട്. അപ്പൊ 2 ശ്രേഷ്ഠതകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ട് ആ ദിവസത്തിലെ വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി നമ്മൾ കാണുകയാണ്. എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഒന്ന് നിസ്കാരമാണ്. നിസ്കാരം എന്നുള്ളത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നേരത്തെ, അശ്രദ്ധമാകാതെ നേരത്തെ പള്ളിയിലെത്താൻ ശ്രമിക്കുക. ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക. സാധാരണ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിൽ ചില നിസ്കാരങ്ങളൊക്കെ നമുക്ക് മിസ്സാകലുണ്ടാവും, ചിലപ്പോൾ അത് മിസ്സാകാതെ നോക്കുക. എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാധന നിസ്കാരമാണ്. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്നതും നിസ്കാരമാണ്. അപ്പൊ ആ നിസ്കാരത്തിന്റെ കാര്യം ഒന്നുകൂടി കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത് നോമ്പാണ്. നോമ്പ് ഞാൻ പറഞ്ഞു 1 മുതൽ 9 വരെ നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ നോമ്പെടുക്കുക. ഇനി അതല്ല 9 മാത്രമാണ് നോമ്പെടുക്കുന്നത്, അത് അറഫാ ദിനത്തിലെ നോമ്പാണ്, അത് നമ്മൾ അന്നേ ദിവസം നോമ്പെടുക്കുക. ഉദ്ഹിയ്യത്ത് എന്ന കർമ്മം അതും ഈ 10 വരുന്നതാണ്. 10-ാം ദിവസം അറക്കുക, 11-നും 12-നും 13-നും അറക്കുക. അപ്പൊ അതും ഈ 10 ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പൊ ഉദ്ഹിയ്യത്തിൽ നമ്മൾ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുക. കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു, ഒറ്റക്ക് ഇറക്കാൻ കഴിയുന്ന ആൾക്കാർ ഒറ്റക്കാണ് ഇറക്കേണ്ടത്. 2 ആളുകൾ ചേർന്ന് ഇറക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ ഇറക്കേണ്ടത്. 3 ആളുകൾ ചേർന്ന് ഒന്നിനെ ഇറക്കാൻ പറ്റുമോ? അങ്ങനെ ഇറക്കാം. ഇനി 4 ആളുകൾ, 5 ആളുകൾ, 6 ആളുകളും ചേർന്ന് ഇറക്കാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾ മാത്രമാണ് 10,000 രൂപ എന്ന് നമ്മളവിടെ നിശ്ചയിച്ച് 7 ആളുകൾ ചേർന്ന് ഇറക്കുന്നതിൽ പങ്കെടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലെങ്കിലും പങ്കെടുക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക. ഇനി ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഒരുപാട് ആവശ്യക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിലേക്കൊക്കെ ദാനം ചെയ്യാനുള്ള, റമദാനിൽ കുറച്ചധികം പിരിവുകാരൊക്കെ നമ്മളെടുത്ത് വരും അല്ലെ, റമദാൻ മാസം ആകുമ്പോൾ. അപ്പൊ ഇതിനെ കൊടുക്കാനൊരു നിർബന്ധിതാവസ്ഥ ഉണ്ടാവും. പള്ളിയിൽ തറാവീഹിന് പോയാൽ അവിടെ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാൾ പള്ളിയിൽ പിരിവിന് വന്നിട്ടുണ്ടാവും. ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ പിരിവുകാർ നമ്മളെ തേടി വരുമൊന്നുമില്ല.
പിരിവുകാർ തേടി വരില്ല. നമ്മൾ അങ്ങോട്ട് തേടി അങ്ങോട്ട് കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് ചെറിയൊരു സംഖ്യയെങ്കിലും നമ്മൾ ദാനം ചെയ്യണമെന്ന് വിചാരിക്കുക. ഇനി പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത സാധുക്കളായ മനുഷ്യന്മാരുണ്ടാവും, വസ്ത്രമെടുക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും, കരയുന്ന ഉമ്മയെ വേദനിപ്പിക്കുന്ന, ഉപ്പയെ ബുദ്ധിമുട്ടാക്കുന്ന കുട്ടികളുണ്ടാവും. പൈസ ഉണ്ടാവില്ല വാങ്ങാൻ. അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് കൂടി നമ്മൾ അധികമായി ഒരു ഈദ് കിസ്വ, ഈദിന്റെ അന്ന് ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരു കുട്ടിക്ക് അവസരം കൊടുക്കുക, നമ്മൾ തന്നെ കൊടുക്കുക. ഇനി നമ്മുടെ പള്ളികളുമായി ബന്ധപ്പെട്ട അതിന് സംവിധാനം ഉണ്ടാവും. ആ സംവിധാനത്തിൽ ഒരു 1300 രൂപ കൊടുത്താൽ ഒരു കുട്ടികളുടെ ഡ്രസ്സ് അല്ലേ, അത് അവർ തന്നെ സ്വന്തം പോയി സെലക്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാവും. പലതരത്തിലുള്ള പദ്ധതികളുണ്ട്, ദഅവ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലേക്ക് നമ്മുടേതായ ദാനധർമ്മങ്ങൾ കൊടുക്കാം. സ്ഥാപനങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ കൊടുക്കാം. ഇനി തക്ബീറുകളും തഹ്ലീലുകളും വർദ്ധിപ്പിക്കുക എന്നതാണ്. അതും പിന്നെ ഈ 10 ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് 10ാമത്തെ ദിവസം പെരുന്നാളിന്റെ അന്ന് നമ്മൾ പിന്നെ തക്ബീർ മുഴക്കുക എന്നുള്ളത് പുണ്യകരമായ കാര്യമാണ്. ഇമാം പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങാടിയിലൂടെ ഉറക്കെ പിന്നെ തക്ബീർ ധ്വനികൾ മുഴക്കി നടക്കാറുണ്ടായിരുന്നു എന്ന് പിന്നെ നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ബാക്കിയുള്ള ആളുകളും അത് ഏറ്റുചൊല്ലിയിരുന്നു. അങ്ങനെ ഉറക്കെ ഒരു ശബ്ദമുഖരിതമായ അങ്ങാടിയായിരുന്നു അന്നേ ദിവസം എന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കുക. അറഫാ ദിനത്തിലെ നോമ്പ് അല്പം പുണ്യകരമായ നോമ്പാണ് അല്ലേ, അല്പം പുണ്യകരം. അത് ദുൽഹിജ്ജ 9-നാണ് അറഫാ നോമ്പ് നമ്മൾ നോക്കേണ്ടത്. ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മാസപ്പിറവിയും അവിടുത്തെ മാസപ്പിറവിയും വ്യത്യാസം ഉണ്ടാവാം ചിലപ്പോ. അപ്പൊ അവിടെ അവർ കൂടുന്ന അതേ സമയത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഇവിടെ നമ്മൾ നോമ്പെടുക്കുന്നത്. ഇതൊരിക്കലും അവിടെ കൂടുന്ന ആളുകളോടുള്ളൊരു ഐക്യദാർഢ്യമല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഓല അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിവിടെ നിൽക്കുക. ഓല അവിടെ നിൽക്കുന്നത് കാണൽ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുള്ളൂ അല്ലേ? ടിവിയും റേഡിയോ ഒക്കെ വന്നിട്ട് എത്ര കാലമായിട്ടുള്ളൂ? അതിന്റെ മുമ്പ് എങ്ങനെ ഓല അവിടെ നിൽക്കണ ഇവിടെ എപ്പോഴാണ് നിൽക്കണത് നമുക്ക് അറിയായിരുന്നു. ഇപ്പൊ നമുക്ക് ലൈവായിട്ട് കാണാം. ഇപ്പോൾ വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് അവിടെ അറഫയിൽ പോണത് നമുക്ക് കാണിച്ചു തരും. അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്ത കാലത്ത് എന്നാ നോമ്പെടുത്തിരുന്നത്? ദുൽഹിജ്ജ 9-നാണ്. അപ്പൊ കാലങ്ങളായി മുസ്ലിം ഉമ്മത്ത് എല്ലാ നാട്ടിലും നോമ്പെടുത്തത് ദുൽഹിജ്ജ 9-നാണ്. അത് അവരുടെ നാട്ടിലെ ദുൽഹിജ്ജ 9-നാണ്. ദുൽഹിജ്ജ 9-ന്റെ പേരാണ് യൗമു അറഫ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10-ന്റെ പേരാണ്. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ഈ ഹജ്ജിനു വേണ്ടി വെള്ളവും മറ്റൊക്കെ ശേഖരിക്കുന്ന ദിവസം എന്നുള്ളത് ദുൽഹിജ്ജ 8-ന്റെ പേരാണ്. യൗമുൻ നഹർ എന്നുള്ളത്. അയ്യാമു തശ്രീഖ് എന്നുള്ളത് 11-ന്റെയും 12-ന്റെയും 13-ന്റെയും പേരാണ്. അപ്പൊ നമ്മുടെ യൗമു അറഫ അത് ദുൽഹിജ്ജ 9-നാണ്. അപ്പൊ ദുൽഹിജ്ജ 9-ന് നമ്മൾ നോമ്പെടുക്കുക. സിയാമു യൗമി അറഫ, യൗമു അറഫയിലെ നോമ്പിനെ കുറിച്ച് ദുൽഹിജ്ജ 9-ലെ നോമ്പിനെ പിന്നെ പറ്റി ചോദിച്ചു. അതിനെ പറ്റിയുള്ള പ്രാധാന്യത്തെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് ഏത്? തിങ്കളാഴ്ച ദിവസം. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യൗമുൻ വലിദ്തു ഫീഹി വയൗമുൻ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീഹി. ഞാൻ നബിയായി നിയോഗിക്കപ്പെട്ടത്, എനിക്ക് ഖുർആൻ അവതരിച്ച ദിവസമാണ് പിന്നെ തിങ്കളാഴ്ച ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി 3 ദിവസത്തെ നോമ്പ്, ഓരോ മാസത്തെയും പിന്നെ 3 ദിവസത്തെ നോമ്പ്, അതിന്റെ പ്രാധാന്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ. സിയാമു സൗമു സലാസത്തിൻ മിൻ കുല്ലി ഷഹർ വ റമദാൻ ഇലാ റമദാൻ സൗമുദ്ദഹർ, അതൊരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എന്നാൽ യൗമു അറഫയിലെ നോമ്പ്, ആ അറഫയിലെ നോമ്പിനെ പറ്റി പറഞ്ഞത് യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, അത് കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഈ നോമ്പ് കാരണത്താൽ. അപ്പൊ 2 വർഷത്തെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒറ്റ ദിവസത്തെ നോമ്പാണ് യൗമു അറഫയിലെ നോമ്പ്. അപ്പൊ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പ്ലാനിങ്ങിൽ പെട്ട് ആ നോമ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കൂട്ടിനായി ഖബറിൽ നമ്മളോടൊപ്പം സഹായിയായി നമ്മോടൊപ്പം ഒറ്റക്കാകുമ്പോൾ ഉണ്ടാകുക നമ്മുടെ അമലുകളാണ് എന്ന് മനസ്സിലാക്കി ആ അമലുകൾക്ക് കൂടുതൽ പുണ്യം ലഭിക്കുന്ന ദിവസങ്ങളിൽ അത് വർദ്ധിപ്പിക്കാൻ അള്ളാഹു ഇങ്ങോട്ട് എങ്ങനെ അവസരം തരിക, ചെയ്തോട്ടോ ഈ ദിവസം ചെയ്തോട്ടോ, അടുത്ത ദിവസം എനിക്ക് ആയുസ് തന്നിക്കണം ചെയ്തോട്ടോ എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കാലത്തെ മക്കളെക്കുറിച്ച് മിക്ക രക്ഷിതാക്കളും പല പരാതികളും
കേൾക്കാവുന്ന പരാതികൾ വാസ്തവവുമാണ്. പക്ഷേ കുട്ടികൾ ചെയ്തികൾ കുട്ടിക്ക് സദാസമയം റബ്ബ് നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അത് രാത്രിയുടെ ഇരുളിലാണെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു അറിവ് നമ്മൾ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? അനുസരിക്കണില്ല, ചീത്ത പറയാണ്, തെറി പറയാണ്, ഉമ്മാനും വാപ്പാനും വിലല്ല എന്നൊക്കെ മക്കളെ പറ്റി നമ്മൾ പറയും. പക്ഷെ ആ മക്കൾക്ക് ഉമ്മയോട് കയർത്ത് സംസാരിച്ചാൽ, ഛേ എന്ന് പറഞ്ഞാൽ അത് വലിയ പാപമാണ്. കണ്ണുരുട്ടി ഗൗരവത്തിൽ ഉമ്മയെ നോക്കുന്നത് പോലും മുൻഗാമികൾ തെറ്റായി കണ്ടിരുന്നു. ഉമ്മയോടും ഉപ്പയോടുമുള്ള ബാധ്യതകൾ അത് ജീവിതകാലം മുഴുവൻ അവർക്ക് സേവനം ചെയ്താലും തീരൂല എന്ന പോയിന്റ് മക്കൾക്ക് ശരിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇത് എൻ്റെ സ്വന്തം കാര്യമാണ്, വാപ്പിമ്മയൊന്നും ഇടപെടണ്ട എന്ന് മുടിവെട്ടുന്ന വിഷയത്തിൽ, വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്ന വിഷയത്തിൽ, അനുവാദം ചോദിക്കാത്ത വിഷയത്തിൽ, എല്ലാത്തിലും അവരുടെ ഒരു നിലപാടാണ്. ലോകത്ത് പല ഇസങ്ങളുടെ കാരണത്താൽ ഇത്തരം നിലപാടുകൾ കുട്ടികളിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ വിചാരിക്കുന്നത് നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യണതാണെന്ന്. അല്ല, ഇത് മോനെ നിന്റെ ഇഷ്ടപ്രകാരം ചെയ്യണതല്ല, നീ പല ആശയങ്ങളുടെയും അടിമയായതുകൊണ്ട് ചെയ്യണതാണ്. ഇതൊക്കെ പറഞ്ഞു നടക്കണ കുറേ തോന്നിയാസക്കാർ ഇവിടെ ഉണ്ട്. കല്യാണം വേണ്ട എന്ന് വിചാരിക്കണ കുട്ടികൾ അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടല്ല. വൈകി കല്യാണം മതി എന്ന് പറയണതും സ്വന്തം ഇഷ്ടപ്രകാരം അല്ല. അതൊക്കെ പല സ്വാധീനങ്ങളാണ്. സോഷ്യൽ മീഡിയ, ഫോൺ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലിങ്ങനെ റീലുകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റീലുകൾ നീക്കുന്നത് കൊണ്ട് നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കുന്നുണ്ട്, ബുദ്ധിശക്തിയെ ബാധിക്കുന്നുണ്ട്, പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ ബാധിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ നിലപാടുകളെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവർക്കതിന്ന് നന്മക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാനുള്ള വഴികളെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇത് നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ളതിലേക്ക് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. മക്കൾ ആലോചിക്കുക, ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടപ്രകാരം നടന്നാൽ എനിക്ക് നഷ്ടമാണ്, എനിക്ക് വലിയ ഗുണമൊന്നും ഇതുകൊണ്ടില്ല. നമുക്ക് ഗുണമുള്ളത് അള്ളാഹുവിൻ്റെ ഇഷ്ടം ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ശരിയായ ഈ പോയിന്റ് കുട്ടികളുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ് സമ്മറൈസ്. ഈ വെക്കേഷൻ കാലയളവിൽ കുട്ടികൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി സമ്മറൈസ് മോറൽ സ്കൂള് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. 25 തീയതി മുതൽ 31 തീയതി വരെ മഞ്ചേരി CRE സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ 8ാം ക്ലാസ്സിൻ്റെ മുകളിലുള്ള നമ്മുടെ മക്കളെ +1നും +2നും ഡിഗ്രിക്കും ഒക്കെ പഠിക്കണം, PGക്കും ഒക്കെ പഠിക്കണ കുട്ടികളെ നമ്മളതിൽ പങ്കെടുപ്പിക്കുക. രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ സൗകര്യമുണ്ട്, ആ സൗകര്യം ഉപയോഗപ്പെടുത്തുക. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കിട്ടും, അതുപോലെ തന്നെ അതിൻ്റെ നോട്ടീസ് കിട്ടും, അതിലൊക്കെ മക്കളെ പങ്കെടുപ്പിക്കുക. കുട്ടികൾ വഴിതെറ്റിപ്പോയതിന് ശേഷം പരാതി പറയുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടി, ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എൻ്റെ ബാധ്യത ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി വിചാരിക്കാൻ, ഒരു സമാധാനം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇതിൽ മക്കളെ പങ്കെടുപ്പിക്കണം. കുട്ടികൾ പങ്കെടുക്കുക. ഇത് നമുക്ക് നല്ല ഒരു സന്തോഷകരമായി ആഹ്ലാദത്തോടുകൂടി വിനോദം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരമാണ്. അത് വെറുതെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുകയല്ല, അതിന് പ്രഗത്ഭരായ ഫാക്കൽറ്റികൾ വന്ന്, മനഃശാസ്ത്രം അറിയുന്ന ഫാക്കൽറ്റികൾ തയ്യാറാക്കിയ സിലബസ് അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ സഹായകരമാകുന്ന വിഷയങ്ങളാണ് അതിൽ പഠിപ്പിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മദ്രസ അധ്യാപകർക്ക് വേണ്ടി പ്രത്യേകം ട്രെയിനിങ്ങുകൾ കൊടുത്ത് വെക്കേഷനിൽ പരിശീലനങ്ങൾ നൽകിയിട്ടാണ് നമ്മുടെ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ മദ്രസകളും പ്രവർത്തിക്കുന്നത്. നമ്മുടെ മദ്രസ വ്യവസ്ഥാപിതമായി നടന്നു പോകുന്നുണ്ട്. മദ്രസയിലേക്കുള്ള അഡ്മിഷൻ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഉണ്ട്. ആ അഡ്മിഷൻ ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകൾ ആ മദ്രസയിലേക്ക് കുട്ടികളെ അഡ്മിഷൻ നേരത്തെ തന്നെ എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ മദ്രസയിൽ പ്രത്യേകമായ ഒരു സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട്. അത് കേരളം മുഴുവൻ ഉള്ള കുട്ടികൾ എഴുതുന്ന സവിശേഷമായൊരു സ്കോളർഷിപ്പ്. അത് കുട്ടികൾക്ക് ദീനീ വിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും ഒക്കെ കൂടുതൽ പഠിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു സ്കോളർഷിപ്പ് സംവിധാനമാണ്. നമ്മുടെ മദ്രസയിലെ കുട്ടിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. കുട്ടിക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കും
അത്തരം സ്കോളർഷിപ്പ് ലഭിക്കാവുന്ന രൂപത്തിൽ തന്നെയുള്ള പഠനം മനോഹരമായി ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 1/7 ഷെയർ അത് കൂടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 10,000 രൂപയാണ് അതിന് നൽകേണ്ടത്. ആ കാര്യം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കുക. നാടിൻ്റെ പൊതു നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനങ്ങളിലെല്ലാം നമ്മുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാകുക. ഈ നാടിനെ ധാർമ്മികമായി മുന്നോട്ട് നയിക്കാനുള്ള ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ സജീവമായി ഇടപെടുക. നമ്മുടെ ഈ സമൂഹത്തോട് നമുക്ക് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലക്ക് ബാധ്യതകളുണ്ട്. അതിനപ്പുറത്ത് വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് നമ്മുടെ തൊട്ടു മുമ്പിൽ കാണുന്ന തിന്മകൾക്കെതിരെ പോരാടുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുക. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നമ്മുടെ പള്ളിയിലെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയുള്ളതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വരാനിരിക്കുന്ന 10 ദിവസങ്ങൾ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അത് 10ാമത്തെ ദിവസം നമുക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും, ആദ്യത്തെ 9 ദിവസങ്ങൾ അത് കർമ്മങ്ങളിൽ ഞാൻ മുന്നിൽ നിന്നിട്ടുണ്ട് എന്നൊരു സംതൃപ്തിയോടുകൂടി നമുക്ക് 10ാമത്തെ ദിവസം പെരുന്നാൾ ആഘോഷിക്കാം. നമ്മളിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട ആളുകളുണ്ട്. അവരോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അവർ ഓർത്തു വെച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ചില ആളുകളൊക്കെ നോട്ടിൽ എഴുതി വെച്ച് മൊബൈലിൽ അത് അടയാളപ്പെടുത്തി പേര് സഹിതം എഴുതി വെച്ചിട്ട് അറഫാ ദിനത്തിലൊക്കെ പ്രാർത്ഥിക്കും. ഓൾക്ക് അറഫയിൽ രാവിലെ എത്തി വൈകുന്നേരം വരെ അവർക്ക് നല്ല സമയമുണ്ട്, സമയമെടുത്ത് ചിലപ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ കർമ്മങ്ങളൊക്കെ എളുപ്പത്തിൽ തീരാനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും ഒക്കെ നമ്മുടെ മനസ്സിലും പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിശുദ്ധമായ മണ്ണിലേക്ക് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ഉംറ ചെയ്യാൻ വേണ്ടി എത്താനുള്ള തൗഫീഖ് നമുക്കെവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മകൻ്റെയും ഭാര്യയുടെയും ഓർമ്മ നിലനിൽക്കുന്ന ആ നാട്ടിൽ ചെല്ലാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അധികമായി ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്കെവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വരാനിരിക്കുന്ന 10 ദിവസങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിക്കാൻ, അശ്രദ്ധമായി പോകാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുമാറാകട്ടെ. ചെയ്തുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിത്തരുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാരണങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാകട്ടെ. സന്തോഷകരമായ പല വാർത്തകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിന് അനുകൂലമായി, മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ലഭിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം സന്തോഷ വാർത്തകൾ നമുക്ക് ഇനിയും തുടർത്തി തരുമാറാകട്ടെ. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقيموا الصلاة.